നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴും ഈ CPM-ന്റെ അടിമ കമ്മികൾക്ക് നേരം വെളുത്തിട്ടില്ല. തോൽവിയുടെ കാരണം എന്താണ് എന്ന് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നങ്ങോട്ട് പഠനം നടത്തിയിട്ടും തങ്ങളുടെ തെറ്റുകൊണ്ടാണ് തോറ്റത് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ഭാഗത്തെ തെറ്റുകൊണ്ടല്ല തോറ്റത് എന്നുള്ള താത്വിക അവലോകനവുമായിട്ട് ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അവർക്കുള്ള മറുപടി ഈ CPM-ലെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇനിയൊക്കെ നീ എന്ന് പഠിക്കും എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ താത്വിക അവലോകനവുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആണ്. അതായത് വർഗീയതയെ കൂട്ടുപിടിച്ച് UDF അധികാരത്തിൽ വന്നതാണ് എന്ന്, ജമാഅത്തും മറ്റ് ചില തീവ്ര വർഗീയ ഗ്രൂപ്പുകളും UDF-നെ പിന്തുണച്ചു, അതുകൊണ്ട് അവർ അധികാരത്തിൽ കയറി എന്നാണ് ആ താത്വികമായ അവലോകനം. KK രാഗേഷ് ഇങ്ങനെയും കിടന്ന് ഉരുണ്ട് കളിക്കരുത്. ഇനിയിപ്പോൾ UDF ആരുടെയൊക്കെ വോട്ടും പിടിച്ചാണ് അധികാരത്തിൽ വന്നത് എന്ന് പറഞ്ഞാലും ഇവിടെ CPM-ന് കിട്ടേണ്ടിയിരുന്ന കുറച്ചധികം സീറ്റുകളുണ്ട്, പല മണ്ഡലങ്ങളും. എന്തുകൊണ്ട് അവിടെ ഒന്നും CPM വിജയിച്ചില്ല? ഒരു 35 സീറ്റിലേക്കാണ് ഒതുങ്ങിപ്പോയത്. എങ്ങനെ നോക്കിയാലും ഒരു 50-60 സീറ്റുകൾ അത് സുഖമായി എല്ലാ കാലത്തും CPM-ന്റെ കോട്ടകളായിരുന്നു. അവിടങ്ങൾ ഒരിക്കലും CPM-നെ കൈവിട്ട ചരിത്രവുമില്ല. പക്ഷെ ഇക്കുറി അവിടെയെല്ലാം തോറ്റ് തൊപ്പിയിട്ടത് എന്ത് കാരണം കൊണ്ടാണ്? പാർട്ടിക്കാർ തന്നെ നിങ്ങളെ തോൽപ്പിച്ചു എന്നാണ് അതിനുള്ള ഉത്തരം. ഈ ഉത്തരം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, പക്ഷെ അത് പറയാൻ നാവ് പൊന്തുന്നില്ല. കാരണം പിണറായി വിജയനെ ഇങ്ങനെ തലയിലേറ്റി വീണ്ടും കാണിക്കണമല്ലോ, ഞങ്ങളുടെ കെപ്പിത്താൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാതെ കെപ്പിത്താന് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന് ഈ KK രാഗേഷിനെ പോലെയുള്ള കുറേ അടിമകൾ വന്നിരുന്ന് ഗീർവാണം അടിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കുമുള്ള മറുപടി നല്ല ഒന്നാന്തരം CPM-കാർ സഖാക്കൾ തന്നെ കൊടുക്കുന്നുണ്ട്. നിന്നെയൊക്കെ മൂലക്കിരുത്തിയത് ഞങ്ങൾ തന്നെയാണ് എന്ന്. മര്യാദയ്ക്ക് നിൽക്കാമെങ്കിൽ ഈ പാർട്ടിയെ കുളം തോണ്ടാതെ, ഈ പാർട്ടിയെ, ഈ പ്രസ്ഥാനത്തെ ആർക്ക് മുന്നിലും അടിയറവ് പറയിക്കാതെ, ഇതിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം, തിരിച്ചു വരാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ സഖാക്കൾ തന്നെ കൊടുക്കുന്നുണ്ട്. അല്ല, ഇനിയും മുട ഇറക്കാനാണ് ഭാവമെങ്കിൽ ഇനിയും തോൽപ്പിക്കും എന്ന് അവർ തന്നെ പറയുന്നു. ഇവിടെ അധികാരത്തിലെത്തുക എന്നുള്ളതല്ല ഈ പ്രസ്ഥാനത്തിന്റെ ആവശ്യം, ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിൽക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അധികാര കൊതി എന്നു മുതലാണ് കമ്മ്യൂണിസ്റ്റുകൾക്ക് മത്ത് പിടിപ്പിച്ചു തുടങ്ങിയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പിണറായി വിജയന് നേരെ അതിശക്തമായ വിമർശനങ്ങൾ ഓരോ CPM-കാരനും, അതായത് നല്ല ഒന്നാന്തര CPM-കാരുടെ കാര്യമാണ് പറയുന്നത്. അവർ വിരൽ ചൂണ്ടുക തന്നെ ചെയ്യുന്നുണ്ട് പിണറായിക്ക് നേരെ. CPM ജില്ലാ കമ്മിറ്റികളിൽ നേതൃത്വത്തിനെതിരെ വിമർശനം കടുക്കുന്നതിനിടെയാണ് വോട്ട് ചോർച്ചയ്ക്ക് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്ന ഗുരുതര ആരോപണവുമായി KK രാഗേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞു പോയത് ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയ തെരഞ്ഞെടുപ്പായിരുന്നുവെന്ന് KK രാഗേഷ് ആരോപിച്ചു. കല്യാശ്ശേരിയിൽ CPM സംഘടിപ്പിച്ച EK നായനാർ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു രാഗേഷിന്റെ ഈ തുറന്നടിക്കലുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം നോക്കിയും പള്ളി നോക്കിയും മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന് പരസ്യമായി പ്രചരിപ്പിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്താൽ മാത്രമേ BJPക്ക് ഇവിടെ ശക്തമാകാൻ കഴിയൂ എന്ന് അവർക്കറിയാം. അതിനായി ഈ തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും പരസ്പരം കൈകോർത്ത് സ്ട്രാറ്റജിക് വോട്ടിംഗ് നടത്തുകയാണ് ചെയ്തതെന്നും KK രാഗേഷ് ആരോപിച്ചു. ഇടതുപക്ഷം ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശക്തമായി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ അവരെ പരാജയപ്പെടുത്താനായി വോട്ട് മാറ്റി ചെയ്യുക. UDF ഏതെങ്കിലും തരത്തിൽ തോൽക്കാനിടയുണ്ടെങ്കിൽ അത് തടയാൻ BJP വോട്ട് മറിച്ച് നൽകുക എന്നതായിരുന്നു ഈ അവിശുദ്ധ സഖ്യത്തിന്റെ ലക്ഷ്യമെന്നും KK രാഗേഷ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ലീഗും ജമാഅത്തെയും മതം നോക്കിയേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പള്ളി നോക്കിയേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രചരിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കണ്ണൂരിലും ഉണ്ട് അനുഭവം. 2 മണ്ഡലങ്ങളിൽ ഇത് നടന്നു. പേരാവൂരിൽ UDF തോൽവിയുടെ വക്കത്തെത്തിയ മണ്ഡലമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ BJPക്ക് കിട്ടിയ 10,000 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനില്ല. ആ 10,000 വോട്ട് നേരെ സണ്ണി ജോസഫിന്റെ പോക്കറ്റിലേക്ക് പോയിരിക്കുന്നു. സ്ട്രാറ്റജിക് വോട്ടിംഗ്. തോൽക്കുന്നത് കാണുമ്പോൾ തോൽക്കാതിരിക്കാൻ ഒരു കൈത്താങ്ങ് എന്നല്ല പറയുക, താമരത്താങ്ങ്. പേരാവൂരിൽ താമരത്താങ്ങ്, പയ്യന്നൂരിലും താമരത്താങ്ങ്. ഇങ്ങനെ KK രാഗേഷ് മൈക്കിലൂടെ വിളിച്ചങ്ങ് കൂവുകയായിരുന്നു. നേമത്തും കൈത്താങ്ങുണ്ടായി.
12,000 വോട്ടാണ് രാജീവ് ചന്ദ്രശേഖറിന് അധികമായി ലഭിച്ചത്. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്ത് പോയതാണ് കോൺഗ്രസ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി കോൺഗ്രസ് 12,000 വോട്ട് മാറ്റി ചെയ്തു. 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചത് BJPയുടെ മിടുക്കുകൊണ്ടല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച 3ഇടത്തും 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. എങ്ങനെ പോയി? കോൺഗ്രസ് വോട്ട് മാറ്റി ചെയ്തു. സ്ട്രാറ്റജിക് വോട്ടിംഗ് നടന്നു. വർഗീയതയുടെ ഐക്യപ്പെടൽ അപകടകരമായ നിലയിലാണ് കേരളത്തിൽ കാണുന്നത്. UDFന് അനുകൂലമായി വോട്ട് മാറ്റി ചെയ്യാൻ BJP തീരുമാനിക്കുമ്പോൾ അവർ ആദ്യം നടത്തുന്ന പ്രചരണം എന്താണ്? CPM-ഉം BJP-യും തമ്മിൽ ഡീലെന്ന്. തൃശൂർ അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചത്? BJP-യുമായി ഇടതുപക്ഷത്തിന് ഡീല്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? KK രാഗേഷ് ചോദിച്ചു. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ, പയ്യന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ BJP വോട്ടുകൾ വ്യാപകമായി UDFന് ലഭിച്ചതായി KK രാഗേഷ് ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ BJPക്ക് കിട്ടിയ 10,000-ഓളം വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാനില്ല എന്നും ആ 10,000 വോട്ട് നേരെ UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫിന്റെ പോക്കറ്റിലേക്കാണ് പോയതെന്നും KK രാഗേഷ് ആവർത്തിച്ചു പറഞ്ഞു. പേരാവൂരിലും പയ്യന്നൂരിലും BJP കോൺഗ്രസിനെ സഹായിച്ചപ്പോൾ ഇതിന് പ്രത്യുപകാരമായി തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ കോൺഗ്രസ് തങ്ങളുടെ വോട്ടുകൾ BJPക്ക് മറിച്ചു കൊടുത്തതായും രാഗേഷ് ആരോപിച്ചു. സംസ്ഥാനത്ത് 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചത് അവരുടെ മിടുക്കുകൊണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇവരെ ആരാണ് ഇത്രത്തോളം വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം ഈ കോൺഗ്രസുകാർ സംസാരിക്കുന്നുണ്ടോ എന്നും KK രാഗേഷ് ചോദിക്കുന്നു. കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനോപകാര പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനും ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കാനും ഇത്തരത്തിലുള്ള അപകടകരമായ വർഗീയ ഐക്യപ്പെടലുകളാണ് കാരണമായതെന്നും KK രാഗേഷ് കൂട്ടിച്ചേർത്തു. വോട്ട് മറിക്കാൻ BJPയും UDFും തീരുമാനിച്ചപ്പോൾ ജനങ്ങളുടെ കണ്ണ് കെട്ടാനായി അവർ ആദ്യം പ്രചരിപ്പിച്ചത് CPM BJPയും തമ്മിൽ ഡീൽ ഉണ്ടെന്ന് ആരോപണമായിരുന്നു. ഇങ്ങനെ കത്തിക്കയറുകയായിരുന്നു KK രാഗേഷ്. അതായത് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല പാർട്ടി തോറ്റത് എന്ന് ഇപ്പോൾ കണ്ടെത്തുകയാണ്. ശരിയാണ്, എല്ലാ കാലത്തും ഈ പറയുന്ന പാർട്ടിക്കാർ വോട്ട് കിട്ടുന്നതിനും വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിനും അധികാരം പിടിക്കുന്നതിനുമൊക്കെ ഈ വർഗീയ ശക്തികളുടെ കൂട്ട് പിടിച്ചിട്ടുണ്ട്. ആ ചരിത്രം എല്ലാ കാലത്തും ഇവിടെ ആവർത്തിച്ച് സംഭവിക്കുന്നുമുണ്ട്. അക്കാര്യത്തിൽ എന്താ CPM മോശമാണോ? CPM SDPI പിന്തുണ തേടിയ എത്ര സ്ഥലങ്ങളുണ്ട്? ഞങ്ങൾ CPMനെ പിന്തുണയ്ക്കുമെന്ന് SDPIക്കാർ പച്ചയ്ക്ക് പറഞ്ഞില്ലേ? ഇത് CPMലും കോൺഗ്രസിലും BJPയിലും ഒക്കെ നടക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴും ഇവരുടെ തെറ്റുകൾ മനസ്സിലാക്കാൻ CPMകാർ തയ്യാറാകുന്നില്ല. തിരുത്തി തിരിച്ചു വരുമെന്ന് ഈ CPM എന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർക്കുന്ന, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും തിരുത്താൻ ഇവർ തയ്യാറല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിതൊക്കെ. പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് കയറിയിരിക്കുകയാണ്. അത് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ്. ഞാൻ പറയുന്നു, ഞാൻ നടപ്പിലാക്കുന്നു, ഏകാധിപത്യം. ഇതിനെയാണ് എതിർക്കുന്നത്. പ്രതിപക്ഷത്ത് പോലും പിണറായി വിജയന്റെ തല ഫുൾ ഫിഗർ കാണിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി എപ്പോഴാണ് ഒരടുത്ത പിൻഗാമിയെ ഈ പാർട്ടി പ്രഖ്യാപിക്കുക? ആരെയും ഉയർന്നു വരാൻ അനുവദിക്കുന്നില്ല. വടകരയിലൊക്കെ KK ശൈലജയെ ആദ്യം കൊണ്ടു നിർത്തി തോൽപ്പിച്ചു. അവരെ നാണം കെടുത്തിയത് ഈ പറയുന്ന CPMകാർ തന്നെയായിരുന്നു. അവിടെ അവരെ നാണം കെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങാണ്ട് മോശമായിരുന്നു. സുഖമായി ജയിക്കുന്ന മട്ടന്നൂർ എന്ന മണ്ഡലം KK ശൈലജയ്ക്ക് കൊടുക്കാതെ അവരെ പേരാവൂരിൽ കൊണ്ടു നിർത്തുന്നു. എന്ത് നാണം കെട്ട നാറിയ കളിയാണ് കളിച്ചത്. ഒരു മണ്ഡലം കൊണ്ട് തൊലച്ചില്ലേ? എന്നിട്ട് അട്ടർ വേസ്റ്റ് PK ശ്യാമളയെ കൊണ്ടുപോയി തളിപ്പറമ്പിൽ നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോകുകയും ചെയ്ത അവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ CPMനുണ്ടായത്. പക്ഷെ ഇപ്പോഴും തെറ്റ് തിരുത്താനോ തെറ്റായി പറയാനോ അല്ലെങ്കിൽ തെറ്റായി കാണാനോ ഇവർ ഒരുക്കമല്ല. ഇപ്പോഴും പിണറായി വിജയനെ പാർട്ടിക്കാർ, ഒരു കൂട്ടം പാർട്ടി നേതാക്കൾ സംരക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ പ്രസ്ഥാനത്തിൻ്റെ കഴുക്കോൽ ഊരിക്കൊണ്ടാണോ നിങ്ങൾ ഒരാളെ ഇങ്ങനെ സംരക്ഷിക്കാൻ നോക്കുന്നത്? ഇനിയെങ്കിലും ഒരു നേതൃമാറ്റം ആവശ്യമല്ലേ? പക്ഷേ താഴെ തട്ടിലും മറ്റ് നേതാക്കളും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും MV ഗോവിന്ദനെയും അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. പല കമ്മിറ്റികളിലും ഇപ്പോൾ പാർട്ടി യോഗങ്ങളിലും ഇരുവർക്കുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. കണ്ണൂരിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും
ഒക്കെ കൊല്ലത്തുമൊക്കെ ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളാണ് പാർട്ടി യോഗങ്ങളിൽ ഉയർന്നത്. ഇവരെ മാറ്റി നിർത്തണമെന്ന ആവശ്യമാണ് താഴെ തട്ടിലുള്ള പ്രവർത്തകർ ഉയർത്തുന്നത്. എന്നാൽ അതുപോലും മനസ്സിലാക്കാതെ ഇപ്പോഴും ധാർഷ്ട്യം കൊണ്ട് കൈ കഴുകുകയാണ്. എന്നിട്ട് അവർ വർഗീയത കൂട്ടുപിടിച്ച് ജയിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ അതിൻ്റെ തെളിവ് നിരത്തുക, ശക്തമായി അതിനെ പ്രതിരോധിക്കുക, അതിശക്തമായി ഈ വർഗീയ കൂട്ടുകെട്ടിനെ പൊളിച്ചു കാണിക്കുക. പക്ഷെ ഇതൊന്നും ചെയ്യാതെ, സ്വന്തം തെറ്റുപോലും മനസ്സിലാക്കാതെ ഇപ്പോഴും സ്വയം വെളുപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ തോൽവിയുടെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനും MV ഗോവിന്ദനും PK ശ്യാമളയും ഒക്കെ തന്നെയാണ്. പിന്നെ പോരാത്തതിന് ഈ KK രാഗേഷിനെ പോലെയുള്ള അടിമ കണ്ണുകളും. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലെ തെറ്റുകളെ സധൈര്യം ചൂണ്ടിക്കാണിക്കുക, തെറ്റിനെ തെറ്റ് എന്ന് തന്നെ പറയുക. VS അച്യുതാനന്ദൻ പോലും ഈ പാർട്ടിയിലെ തെറ്റുകളെ എതിർത്തിട്ടില്ലേ? പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ എതിർത്തിട്ടില്ലേ? ഒരു പൊളിച്ചെഴുത്താണ് ഈ പാർട്ടിക്ക് ഇനി ആവശ്യം, അല്ലെങ്കിൽ മുച്ചൂടും ഇത് മുടിഞ്ഞു പോകും. തോൽവിയുടെ യഥാർത്ഥ കാരണം വലതുപക്ഷത്തിന്റെ വോട്ട് കച്ചവടമാണെന്ന് വരുത്തി തീർക്കാനാണ് കണ്ണൂർ നേതൃത്വത്തിന്റെ ശ്രമമെങ്കിലും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം മറ്റ് ജില്ലകളിലേക്കും ഇപ്പോൾ പടരുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിലും മുതിർന്ന നേതാക്കൾക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ സന്ദർഭങ്ങളിൽ നടത്തിയ ചില അനാവശ്യ പരാമർശങ്ങൾ കേരളത്തിലെ നിഷ്പക്ഷരായ വോട്ടർമാരെ പാർട്ടിക്കെതിരാക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ എന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. കൂടാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ശക്തമായ ഭാഷയിൽ തള്ളിപ്പറയാൻ പാർട്ടി നേതൃത്വം തയ്യാറാകാത്തതും ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കിയതായി മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയിലടക്കം ഈ വോട്ട് ചോർച്ചയും ആഭ്യന്തര തർക്കങ്ങളും കടുത്ത രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് കാരണമാകുമെന്ന് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.